ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ മകനെ ധൈര്യമായിരിക്കൂ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ലോകം നമ്മെ പലവിധത്തിൽ നിരുത്സാഹപ്പെടുത്താനും ക്ഷീണിപ്പിക്കാനും ശ്രമിക്കുന്നു. സാത്താൻ ദുഃഖവും നിരാശയും കൊണ്ടുവരുന്നു. ആളുകൾ പറയുന്ന പരുഷമായ വാക്കുകൾ ഹൃദയത്തെ മുറിവേൽപ്പിക്കുകയും നമ്മെ ഭാരപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ നമ്മുടെ സ്നേഹനിധിയായ കർത്താവ് എപ്പോഴും തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും പുനഃസ്ഥാപിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. യേശു തളർവാദ രോഗിയോട് പറഞ്ഞത് ഒരു നിമിഷം പരിഗണിക്കുക. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. തളർവാദ രോഗിയെ ക്രിസ്തുവിന്റെ മുൻപാകെ താഴ്ത്തിയപ്പോൾ ചുറ്റുമുള്ളവർ ചിന്തിച്ചിരിക്കാം, അവൻ തന്റെ പൂർവികരുടെ പാപങ്ങൾ നിമിത്തം കഷ്ടപ്പെടുന്നു, അതിന്റെ അനന്തരഫലങ്ങൾ അവൻ വഹിക്കട്ടെ. എന്നാൽ ആ മനുഷ്യൻ തന്നെ തന്റെ അവസ്ഥയിൽ പൂർണ്ണമായും തളർന്നുപോയി. എല്ലാത്തിലും അവൻ മറ്റുള്ളവരെ ആശ്രയിച്ചു. അവന്റെ ബലഹീനത തനിക്ക് മാത്രമല്ല, അവനെ പരിചരിച്ചവർക്കും ഒരു ഭാരമായിരുന്നു. എന്നിട്ടും കർത്താവ് അവനെ കരുണയോടെ നോക്കി ആദ്യം അവനെ പുത്രൻ എന്ന് അഭിസംബോധന ചെയ്തു. എത്ര ആർദ്രവും ആസ്വാദകരവുമായ ഒരു വാക്ക്! കർത്താവ് പറയുന്നത് പോലെയായിരുന്നു അത്. നീ എൻ്റെ മകനാണ്, എൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നീ എൻ്റേതാണ്. കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ആ വാക്കുകൾ എത്രമാത്രം ശക്തിപ്പെടുത്തിയിരിക്കണം. ദൈവമക്കളെ, ഇന്ന് നിങ്ങളും നിരുത്സാഹപ്പെട്ടിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചിരിക്കാം, നിങ്ങളുടെ ആത്മാവ് ക്ഷീണിച്ചിരിക്കാം. എന്നിട്ടും കർത്താവ് നിങ്ങളെ സ്നേഹപൂർവ്വം എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് വിളിക്കുന്നു. ആ ദിവ്യ ശബ്ദത്തെക്കുറിച്ച് അല്പം നിർത്തി ധ്യാനിക്കുക. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹനിർഭരമായ വിളി നിങ്ങളുടെ കാതുകളിൽ കേൾക്കട്ടെ. രണ്ടാമതായി യേശു പറഞ്ഞു, ധൈര്യപ്പെടുക. നിങ്ങൾ ധൈര്യപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദിവ്യശക്തി ഉയരാൻ തുടങ്ങുന്നു. കർത്താവിൽ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ സ്വർഗീയ ശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്നു. ധൈര്യം സാധാരണ വിശ്വാസികളെ വിശ്വാസത്തിന്റെ യോദ്ധാക്കളായി മാറ്റുന്നു. മൂന്നാമതായി, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചു. മനുഷ്യന്റെ കഷ്ടപ്പാടിന് പിന്നിലെ ആഴമേറിയ കാരണം കർത്താവ് മനസ്സിലാക്കി. ബാഹ്യ അവസ്ഥയെ അഭിസംബോധന ചെയ്യുന്നതിനു പകരം മൂലകാരണം കൈകാര്യം ചെയ്യാൻ അവൻ തീരുമാനിച്ചു. പാപത്തിന്റെ ഭാരം നീക്കം ചെയ്തുകൊണ്ട് അവൻ പൂർണ്ണവും നിലനിൽക്കുന്നതുമായ ഒരു പുനഃസ്ഥാപനം കൊണ്ടുവരികയായിരുന്നു. താൽക്കാലിക ആശ്വാസം മാത്രം നൽകി അവനെ പറഞ്ഞയക്കാൻ കർത്താവ് ആഗ്രഹിച്ചില്ല. അവന്റെ അടിമത്തത്തിന്റെ ഉറവിടം തന്നെ പിഴുതെറിയാൻ അവൻ തീരുമാനിച്ചു. തൽഫലമായി ആ മനുഷ്യന് 2 അത്ഭുതങ്ങൾ ലഭിച്ചു. അവന്റെ ശരീരത്തിലെ ശാരീരിക രോഗശാന്തി, അവന്റെ ആത്മാവിലെ ആത്മീയ രോഗശാന്തി. അവന്റെ ശരീരത്തെ ബാധിച്ച പക്ഷാഘാതം നീങ്ങി, അവന്റെ ആത്മാവിനെ ഭാരപ്പെടുത്തിയ പാകപ്പത്തിന്റെ രോഗവും നീങ്ങി. ഹല്ലേലൂയ! ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എന്നാൽ മനുഷ്യപുത്രന് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുണ്ടെന്ന് നീ അറിയേണ്ടതിന് പിന്നെ അവൻ പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം. ആമേൻ.